ആ സാറേ നമസ്കാരം. പോയില്ലായിരുന്നു? പോയില്ല സാറേ, ഇച്ചിരി പേപ്പർ വർക്ക് ഉണ്ടായിരുന്നു. ആ നിങ്ങളുടെ വർക്കൊക്കെ എന്ത് പോയി? ഓ സമയം കിട്ടിയില്ല. നീ ഇറങ്ങുമല്ലേ? വാ ഇറങ്ങിയേക്കോ. സാറിന്റെ വണ്ടി എന്ത് ചെയ്യും? വണ്ടി വർക്ക്ഷോപ്പില്ല സാറേ, ശമ്പളം കിട്ടിയിട്ടേ വണ്ടി എടുക്കാൻ പറ്റും. നമസ്കാരം സാറേ. മറ്റേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഓ ശരി ശരി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തേക്കുന്നേ. അതല്ല, വേറെ വല്ല സ്ഥലം വല്ല വാങ്ങിച്ചായിരുന്നു? വാങ്ങിച്ചായിരുന്നു. ആ ബ്യൂറോന്റെ തൊട്ടപ്പുറത്ത് ഒരു 30 സെന്റ് അങ്ങ് വാങ്ങിച്ചു കൂട്ടി. സ്ഥലത്തിന്റെ വിലയെല്ലാം കയറിക്കൊണ്ടിരിക്കല്ലേ. അതെല്ലാം നന്നായി. നടക്കട്ടെ. അപ്പൊ ഇനി എന്താ പരിപാടി സാറേ? ട്യൂഷൻ എടുക്കാൻ പോവാ. ഓ ട്യൂഷനോ? നാളെ ടെസ്റ്റ് പേപ്പർ. നീ എല്ലാം പഠിച്ചോ? നാളത്തെ കാര്യമല്ലേ, നമുക്ക് നാളെ നോക്കാം. ഒന്ന് പെട്ടെന്ന് നടക്കാം, ട്യൂഷന് പോകണം. എന്താടാ നിക്കുന്നേ? നിങ്ങള് വെക്കോ, ഞാൻ വന്നോളാം. വാടാ, സമയം പോന്നു. നിങ്ങള് വെക്കോടാ, എനിക്ക് ട്യൂഷനൊന്നും ഇല്ലല്ലോ. നീ ഇങ്ങോട്ട് വന്നേ. സെന്റിന് ഇപ്പൊ എത്ര വെച്ച് മേടിച്ചേക്കുന്നത്? സെന്റിന്റെ വിലയുണ്ട്. നാളെ ലാഭം കിട്ടും. നല്ല പരിപാടാവാ. പിന്നെ വേറെ എവിടെയും സ്ഥലം ഉണ്ടെ പറയാൻ മറക്കല്ലേ. വേണ്ട രീതി നമുക്ക് എന്താ വെച്ചാൽ കാണാം. അപ്പൊ നമ്പർ ഉണ്ടല്ലോ അല്ലേ? ആ നമ്പർ ഞാൻ വിളിച്ചോളാം. ഓ ശരി, ഓക്കെ. ഈ ഒരെണ്ണം കൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് തികയോടാ. ഇത് എനിക്ക് തന്നെ തികത്തില്ല, പിന്നെ 2 പേർക്ക്. ഓ ഉള്ളത് മതി, നമുക്ക് വണ്ടിക്കതിരുന്നടിക്കാം. സാധനം തീർന്നു. വല്ല ഇരിപ്പുണ്ടോടെ അതിനകത്ത്? വേണ്ടെങ്കിലും എടുത്ത് കാണാൻ. അടങ്ങിയിരിക്കണം. ഇവിടെ വേടാ. ചുമ്മാ സാറേ, ഇവൻ നീയൊക്കെ എന്ത് പറഞ്ഞ കാര്യം പറയുന്നത്? സാറേ ഡസ്റ്റർ എടുത്തറിഞ്ഞ ഞാനല്ല, ഇവനാ. ചുമ്മാ സാറേ, ഞാൻ പതുക്കെ ആഹാ, അതിനുള്ള പിന്നെ തരാം. നിനക്കൊക്കെ ബിവറേജ് ഉണ്ടെന്നോടാ കറക്കം. അയ്യോ സാറേ, ഞങ്ങളവിടെ ഒന്നും പോയിട്ടില്ല. കള്ളം പറഞ്ഞ 2 പേര് എന്റെ വാങ്ങിക്കും. എന്റെ കണ്ണിൽ കണ്ട കാര്യം ഞാൻ ചോദിക്കുന്നത്. സത്യം പറ, എന്തു വരുന്നു അവിടെ? സാറേ സത്യമായിട്ട് ഞങ്ങളവിടെ പോയിട്ടില്ല. ആ മൻലാൽ എത്തിയാണ്. അവനെന്തോ അവിടെ പരിപാടി? അയ്യോ സാറേ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും ഇല്ല. ഞങ്ങള് വൈകുന്നേരം ഒരുമിച്ചാ പോകുന്നത്. അവൻ ബിവറേജ് ആകുമ്പോ അവൻ നൈസായിട്ട്. അവനോട് ചോദിച്ചില്ല അവനോട് പോവാ? ഇല്ല സാറേ, അവൻ ഒഴിഞ്ഞു മാറി. എന്തോ ഒരു ഉടായിപ്പുണ്ട്. നിന്റെ ഉടായ്പ് എല്ലാത്തിനും ഞാൻ പിടിക്കുന്നുണ്ട്.
അവന്റെ വീട് എവിടെ? അവന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? സാറേ അവന്റെ അമ്മ മരിച്ചു പോയത് അവന്റെ അമ്മയാണ്. അപ്പൊ അവന്റെ അച്ഛനും? ഭയങ്കര കള്ളുകൂടിയ സാറ്. അവന്റെ വീട് എവിടെ? വെള്ളത്തിന് അക്കരയാണ്. പിന്നെ ഞാൻ ഇത് ചോദിച്ചാൽ അവനോടൊന്നും പോയി പറയല്ലേ. എല്ലാ അണ്ണായിരുന്നു മേടിക്കും കേട്ടോ. ക്ലാസ്സിൽ പോടാ. ഇതെന്താ കഴിക്കാനൊന്നും പോകുന്നില്ലേ? ഇല്ല, കഴിക്കാൻ പോണം സാറേ. ഞാൻ അവന്മാരെ ഒന്ന് കാണാൻ വേണ്ടി ഇന്ന്. എന്താ സാറേ ഇവന്മാരും വല്ല കുരുത്തക്കേട് ഒപ്പിച്ചോ? ഇവന്മാരെന്നല്ല എല്ലാവന്മാരും കുരുത്തക്കേടാ. ഇവന്മാരല്ല സാർ, ആ 8 സി പിടിക്കുന്ന അമല്ല. അവൻ ഈയിടെയായിട്ട് കുറച്ച് കള്ളത്തരങ്ങളുണ്ട്. 8 സീലെ അമലോ? അവൻ നന്നായി പഠിക്കുന്നുണ്ടല്ലോ സാറേ. അവൻ അത്ര കുരുത്തക്കേടൊന്നും അല്ല. സാറേ അത് ശരി തന്നെ. അവൻ ആ ബ്യൂറോയിൻ്റെ അവിടെ കിടന്നൊരു കറക്കമുണ്ട്. പല തവണയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഞാൻ പിടിച്ചോളാം. വിവരേൻ്റെ അടുത്തോ? അല്ല, അവിടെ കിടന്നൊരു കറക്കം. അതാ പിള്ളേരല്ലേ, അതുകൊണ്ടാ. വിട്ടുക സാറേ. അടുത്തൊരു ക്ലാസ് ഉണ്ട്. ആ ഉണ്ട്, കഴിയണം. ഞാൻ കഴിക്കാം. ആ ഈ അമ്മന്ന് പറഞ്ഞപ്പോ ഇതിന്റെ വീടാണ്. അതാ അമ്മനെ. അമ്മൻ അല്ല, അമ്മന്റെ വീടല്ലേ? അമ്മന്റെ വീട് എന്റെ വീട്. ഞാൻ അവനെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറാണ്. സാറൊക്കെ അങ്ങ് സ്കൂളിൽ. അല്ല, അവൻ ഇവിടെ ഇല്ലേ? എന്നെ വിളിക്കുന്നു. അയ്യോ സാറോ, എന്തുകൊടുക്കൂ? ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കുവായിരുന്നു. അമ്മമ്മേ, ദേ എന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറ് വന്നു. വന്നാട്ടെ, കേറി ഇരുന്നാട്ടെ. അല്ല കുഴപ്പമില്ല, ഇങ്ങോട്ട് വരുന്ന വഴികേ അമ്മനെ ഒന്ന് കാണാൻ വേണ്ടി. അമ്മനെ ഒന്നീ. എന്താ സാറേ? വാ പറയാം. അമ്മനെ, സ്കൂള് വിട്ട് കഴിഞ്ഞാൽ നിനക്ക് എന്തുവാ പരിപാടി? സാറേ ഞാൻ വീട്ടിൽ വരും. നിന്നെ പല തവണയായിട്ട് ബിവറേജിന്റെ വാതിൽ വെച്ച് കാണും. നീ അവിടെ എന്താ ചെയ്യുന്നത്, എന്താ എടുക്കുന്നത് ഞാൻ കണ്ടു. നീ എന്തിനാണ് അവിടെ എല്ലാം കണ്ണൂത്തി പറിക്കൊണ്ടിരുന്നത്? തീയരിക്കാൻ ഒന്നുമില്ല. അതും ഇതുമായിട്ട് എന്താ ബന്ധം? അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന തൊണ്ടും ചിരട്ടയും കൊണ്ടാ അമ്മമ്മ തീയരിക്കുന്നേ. അതാണ് എല്ലാം നനഞ്ഞതുവാ. കുറച്ച് മണ്ണെണ്ണ പോലും മേടിച്ചെടുത്തില്ല അച്ഛൻ. അതിന് സാറേ, C2H5 വായിച്ചല്ലേ ഇത്? എന്തോന്ന്? സാറല്ലേ പഠിപ്പിച്ചിട്ടുള്ളത് ആൽക്കഹോൾ കത്താൻ സഹായിക്കുന്നു. ഇത് ഞാൻ വിറക് കത്തിക്കാൻ വേണ്ടി എടുത്തതാ. ഇത് നീ വിറക് കത്തിക്കാൻ എടുത്ത് വെച്ചേക്കുവാണോ? ആ
ഞാൻ നിന്നോട് എന്തുവാ പറയണ്ടേ? ഇതൊക്കെ വലിയ തെറ്റാണ്. നിന്റെ ഉദ്ദേശം ശരിയായിരുന്നു, പക്ഷെ നീ തിരഞ്ഞെടുത്ത വഴി അത് തെറ്റായി. ഞാൻ കണ്ടത് കണ്ടു. എന്റെ സ്ഥാനത്ത് വേറെ വല്ലതായിരുന്നെങ്കിലും നിന്നെ തെറ്റിദ്ധരിക്കത്തില്ലേ? എന്തിന്? ഞാൻ ഇത് അറിയുന്നിടം വരെ നിന്നെ തെറ്റിദ്ധരിച്ചില്ലേ? സാറേ ഞാൻ അങ്ങനൊന്നും ഓർത്തില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇത് ഇനി മേലെ ചെയ്യരുത്. നീ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ സാറുമാരോട് പറയണം, കേട്ടോ? ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിന്നെ സഹായിക്കാം. നിന്റെ കള്ളിന്റെ ഉപയോഗം എനിക്ക് മനസ്സിലായി. നീ അവിടെ നിന്ന് പെറുകണമെന്ന കുപ്പിയല്ല എന്ത് ചെയ്തു? ബാ കാണിച്ചു തരാം. എന്തുവാടാ ഇത്? ഇതാ സാർ എന്റെ സ്റ്റഡി ടേബിള്. ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാ സാറേ. ബുക്കും പുസ്തകവും എല്ലാം നനയും. അതിന് ഞാൻ കണ്ടുപിടിച്ച വഴി ഇത്. ഇനി വെള്ളം കയറിയാലും എന്റെ ടേബിള് താനെ പൊങ്ങിക്കോളും. കൊള്ളടാ. നീ മിടുക്കനാ. നിനക്ക് നല്ല കഴിവുണ്ട്. മുമ്പേ ചെയ്ത പോലെ തെറ്റുകൾ ഇനിയും ചെയ്യരുത്, ഇല്ല കേട്ടോ? നിനക്ക് എന്താവശ്യമുണ്ടല്ലോ ഞങ്ങൾ സാറുമാരുണ്ട്. ഓക്കെ, ശരി സാറേ. പോട്ടെ.